ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ. IPL പ്രഥമ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് മേക്ക് സ്റ്റുഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പിട്ട് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 2008 IPL പ്രഥമ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ്, ഷെയ്ൻ വോൺ എന്ന ഇതിഹാസ താരത്തിൻ്റെ കീഴിൽ IPLിലെ പ്രഥമ ചാമ്പ്യന്മാരായി മാറിയ രാജസ്ഥാൻ റോയൽസ് പിന്നീട് അങ്ങോട്ട് ശരിക്കും ഒരു തിരിഞ്ഞു നടത്തമെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം രാജസ്ഥാൻ റോയൽസ് അവസാനമായി ഒരു ഫൈനൽ കളിച്ചത് 2021 മലയാളി താരം സഞ്ജു സാംസൺ നേതൃത്വത്തിലായിരുന്നു. പക്ഷേ അന്ന് കലാശപ്പോരാട്ടത്തിൽ അവിടുത്തെ പുതിയ ടീമായ ഗുജറാത്ത് ടൈറ്റൻസിനോട് തോൽവി വഴങ്ങാനായിരുന്നു രാജസ്ഥാൻ്റെ വിധി. അപ്പോൾ ഇത്തവണ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടാണ് രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുന്നതെങ്കിൽ മലയാളി താരം സഞ്ജു സാംസൺ തൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള തൻ്റെ ആദ്യ IPL കിരീടം നേടാനാണ് ഇത്തവണ ഒരുങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡ് വിൻഡോ ഓപ്പൺ ആയിരുന്ന ഒരു സമയത്ത് രാജസ്ഥാൻ റോയൽസ് നടത്തിയ ഏക ട്രേഡ് എന്ന് പറയുന്നത് ദേവദത്ത് പടിക്കലിന് പകരം ലക്നൗ സൂപ്പർ ജയൻസിൽ നിന്നും കൊണ്ടുവന്ന ഇന്ത്യൻ താരമായിട്ടുള്ള ആവേശ് ഖാൻ്റെ ആ ഒരു ട്രേഡായിരുന്നു. അപ്പോൾ ശരിക്കും അതൊരു തെറ്റായ തീരുമാനമായി പോയെന്നാണ് ഇപ്പോൾ പല കോണിൽ നിന്നും രാജസ്ഥാൻ്റെ മാനേജ്മെൻറ്റിനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത്. കാരണം അത് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. നമുക്കറിയാം, രാജസ്ഥാൻ റോയൽസിൻ്റെ 17 സ്ലോട്ടാണ് 17 താരങ്ങളെയാണ് ഇത്തവണ RR റീറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 8 സ്ലോട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 3 ഓവർസീസ് സ്ലോട്ടുകളാണ്. രാജസ്ഥാൻ ട്രേഡ് ചെയ്തെടുത്ത ആവേശ് ഖാൻ, നമുക്കറിയാം, ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫാസ്റ്റ് ബോളറായിട്ടുള്ള ആവേശ് ഖാൻ രാജസ്ഥാൻ്റെ ബോളിംഗ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ശരിക്കും ലോകോത്തര ബോളർമാരടങ്ങുന്ന ഒരു വമ്പൻ ബോളിംഗ് നിരയുള്ള ടീമിലേക്ക് വീണ്ടും ഒരു അഡീഷണൽ ആയിട്ടൊരു ബോളറെ കൂടി ചേർത്ത് അതെന്തിനാണെന്നാണ് ഇപ്പോൾ പല കോണിൽ നിന്ന് വിമർശനം ഉയർന്നിരിക്കുന്നത്. RRൻ്റെ സ്കോർ നോക്കുകയാണെങ്കിൽ പേസ് ബോളേഴ്സായിട്ട് ന്യൂസിലാൻഡ് താരമായിട്ടുള്ള ട്രെൻറ്റ് ബോൾട്ട്, ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള സന്ദീപ് ശർമ്മ, യുവതാരം പ്രസിദ്ധ് കൃഷ്ണ, നവദീപ് സൈനി തുടങ്ങിയ മികച്ച പേസ് ബോളർമാരുണ്ട്. ഇനി സ്പിന്നേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒട്ടും പുറകിലല്ല രാജസ്ഥാൻ റോയൽസ്. ഇന്ത്യൻ താരമായിട്ടുള്ള രവിചന്ദ്രൻ അശ്വിൻ, യുസ്വേന്ദ്ര ചഹലൊപ്പം ഓസ്ട്രേലിയൻ ലോക ചാമ്പ്യനായിട്ടുള്ള ആദം സാംബയും അടങ്ങുന്ന മികച്ച സ്പിൻ ആക്രമണമുള്ള ടീമാണ് രാജസ്ഥാൻ റോയൽസ്. അപ്പോൾ അത്തരത്തിലൊരു ടീമിലേക്ക് വീണ്ടും ഇപ്പോഴത്തെ അതൊരു യുവ പേസ് ബോളറെ ആഡ് ചെയ്തിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. നിലവിൽ രാജസ്ഥാൻ്റെ ആ ഒരു ബാലൻസ് പേഴ്സ് എന്ന് പറയുന്നത് 14.7 കോടി രൂപ മാത്രമാണ് രാജസ്ഥാൻ്റെ ഒരു ബാലൻസ് പേഴ്സായിട്ട് പറയുന്നത്. ശരിക്കും ഒരുപക്ഷെ അവർ ആ ഒരു ട്രേഡ് നടത്തിയില്ലായിരുന്നെങ്കിൽ അവർ വിട്ടുകൊടുത്ത താരം ഒരു ദേവദത്ത് പടിക്കൽ എന്ന കർണാടക മലയാളി വംശജനായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. നമുക്കറിയാം, രാജസ്ഥാൻ്റെ ബാറ്റിംഗ് നിരയും വമ്പൻ സ്ട്രോങ്ങിൽ തന്നെയാണ്. സഞ്ജു സാംസൺ നയിക്കുന്ന ബാറ്റിംഗ് ലൈനപ്പിൽ സഞ്ജുവിന് പുറമെ ഇംഗ്ലണ്ട് മുൻ ചാമ്പ്യനായിട്ടുള്ള ജോസ് ബട്ട്ലർ, യുവതാരമായിട്ടുള്ള യശസ്വി ജയ്സ്വാൾ, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ധ്രുവ് ജൂറൽ, വെടിക്കെട്ട് ഫിനിഷറായിട്ടുള്ള ഷിംറോൺ ഹെറ്റ്മയർ, അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയുടെ യുവതാരമായിട്ടുള്ള ഡൊണോവൻ ഫെറേര എന്നിവരടങ്ങുന്ന ബാറ്റിംഗ് നിരയും മികച്ച സ്ട്രോങ് തന്നെയാണ്. ഓൾറൗണ്ടർമാരുടെ ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും ഓൾറൗണ്ടർമാരിൽ മാത്രമാണ് RRനെ സംബന്ധിച്ച് ചെറിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്. രാജസ്ഥാൻ സ്കോർ നോക്കുകയാണെങ്കിൽ ഓൾറൗണ്ടർമാരായിട്ട് ഉള്ളത് ഒന്ന് രവിചന്ദ്രൻ അശ്വിനാണ്, മറ്റേതൊന്ന് റിയാൻ പരാഗ് എന്ന യുവതാരമാണ്. സോ രാജസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ അല്ലെങ്കിൽ ചേഞ്ചുകൾ വേണ്ടിയിരുന്നത് ഒന്ന് ബോളിംഗ് പൊസിഷനിലേക്കും അതോടൊപ്പം തന്നെ ഒന്ന് ഓൾറൗണ്ടർ പൊസിഷനിലേക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ജോ റൂട്ട് ഇത്തവണ രാജസ്ഥാൻ്റെ സ്കോഡ് വിട്ടു പോയിരുന്നു. സോ അദ്ദേഹത്തിന് പകരക്കാരനായ ഒരു ടോപ്പ് ഓർഡറിൽ കളിക്കാൻ പറ്റുന്ന ഒരു മികച്ച ഒരു ബാറ്റ്സ്മാനെ കൂടിയായിരുന്നു RRനെ സംബന്ധിച്ച് തങ്ങളുടെ സ്കോഡിലേക്ക് ഏറ്റവും അത്യാവശ്യമായ ഘടകമെന്ന് പറയുന്നത്. നിലവിൽ 14.7 കോടി രൂപ കയ്യിലുള്ള രാജസ്ഥാൻ റോയൽസ് ഈ ഒരു താരലേലത്തിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന താരങ്ങൾ ഒന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇംഗ്ലണ്ട് താരമായിട്ടുള്ള യുവതാരം ഹാരി ബ്രൂക്കാണ്. അതോടൊപ്പം തന്നെ ജെറാൾഡ് കോറ്റ്സ് എന്ന സൗത്ത് ആഫ്രിക്കൻ യുവ പേസർ, മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കമിൻസ്, ഇത്തവണ ലേലത്തിലേക്ക് പുതുതായി എത്തുന്ന രജിൻ രവീന്ദ്ര, ട്രാവിസ് ഹെഡ്, അവരുടെ മുൻ താരമായിട്ടുള്ള രാജസ്ഥാൻ്റെ മുൻ താരമായിരുന്ന ഡാരിൽ മിച്ചൽ എന്ന ഓൾറൗണ്ടർ എന്നിവരാണ് മെയിനായിട്ട് രാജസ്ഥാൻ റോയൽസ് ഇത്തവണ ലേലത്തിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ രാജസ്ഥാൻ ഇത്തവണ ആ ഒരു ആവേശ് ഖാൻ്റെ ട്രേഡ് നടത്തിയില്ലായിരുന്നെങ്കിൽ രാജസ്ഥാനെ സംബന്ധിച്ച് ഹാരി ബ്രൂക്ക് എന്നൊരു താരത്തെ അല്ലെങ്കിൽ രജിൻ രവീന്ദ്ര, പാറ്റ് കമിൻസ് തുടങ്ങിയ താരങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം അല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് വരെ അവർക്ക് ബിഡ് ചെയ്ത് പോകാമായിരുന്നു. പക്ഷേ നിലവിൽ 14.7 കോടി രൂപ മാത്രമാണ് രാജസ്ഥാനെ സംബന്ധിച്ച് കുറച്ച് പൈസ കൊണ്ട് മികച്ച താരങ്ങളെ കൂടാരത്തിലേക്ക് എത്തിക്കണമെന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു എളുപ്പമേറിയ കാര്യമല്ല രാജസ്ഥാൻ്റെ മുന്നിൽ നിലവിലുള്ളത്. അത് അവർ അതിനെ എങ്ങനെ മറികടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യം തന്നെയാണ്. നിലവിൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ റേറ്റഡ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജൂറൽ, റിയാൻ പരാഗ്, ജോസ് ബട്ട്ലർ, ഷിംറോൺ ഹെറ്റ്മയർ, രവിചന്ദ്രൻ അശ്വിൻ, കുൽദീപ് സെൻ, നവദീപ് സൈനി, പ്രസിദ്ധ് കൃഷ്ണ, സന്ദീപ് ശർമ്മ, ട്രെൻറ്റ് ബോൾട്ട്, യുസ്വേന്ദ്ര ചഹൽ, ആദം സാംബ, ഡൊണോവൻ ഫെറേര, കുനാൽ റാത്തോർ. സോ ഈ ഒരു ലൈനപ്പിലേക്കാണ് നിലവിൽ ട്രേഡ് ചെയ്ത് ആവേശ് ഖാൻ കൂടി എത്തിയിരിക്കുന്നത്.
ആവേശ് ഖാൻ ഒട്ടും മോശം ബോളർ അല്ലെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. അദ്ദേഹം ഒരു മികച്ച ബോളർ തന്നെയാണ്. പക്ഷേ RRനെ സംബന്ധിച്ച് ഓൾറെഡി അവരുടെ സ്കൂളിൽ നിലവിൽ 4 മികച്ച പേസർമാരുണ്ട്. സോ ആ ഒരു കൂട്ടത്തിലേക്കാണ് ഒരു ബാറ്ററിനോ അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടറിനെയോ സൈൻ ചെയ്ത രാജസ്ഥാൻ ഒരു ബോളറിനെ കൂടി അഡീഷണൽ ആയിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. സോ കാത്തിരിക്കാം. 14.7 കോടി രൂപ മാത്രമുള്ള രാജസ്ഥാൻ റോയൽസ്, സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് IPLന്റെ പ്രഥമ ചാമ്പ്യന്മാർ തവണ ലേലത്തിൽ എങ്ങനെയായിരിക്കും അവരുടെ ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ മെനയാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.